ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു വാഹനമുള്ളത് BMW 330i 325 എന്നൊക്കെ പറയുന്ന BMW സ്ട്രെയിറ്റ് 6 സിലിണ്ടർ പെട്രോൾ എൻജിൻ ഉള്ളൊരു വാഹനമാണ്. എൻ്റെ വാഹനങ്ങളുടെ കളക്ഷൻസിൽ ഏറ്റവും പഴയൊരു വാഹനമാണിത്. അതായത് എൻ്റെ കസ്റ്റമർക്കുള്ള എൻ്റെ വാഹനങ്ങളുടെ കളക്ഷൻസിൽ ഏറ്റവും പഴയ ഒരു വാഹനമാണ് BMW. ഇതിനു മുമ്പ് ഈ വാഹനം ഞാൻ ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടർ മോട്ടോർ മാറുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് എൻജിൻസ് ബീൻ ബിൽഡ് ബൈ BMW. അതാണ് ഈ എൻജിൻ എന്ന് പറയുന്നത്. N53 സീരീസ് എൻജിൻ എന്ന് പറയും. സ്ട്രെയിറ്റ് 6 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനാണ്. 3 ലിറ്റർ എൻജിനാണ്, 6 സിലിണ്ടറാണ്. പ്രീഡേസർ എന്ന് പറയുന്നത് N52 എൻജിനാണ്. അതിൻ്റെ തന്നെ ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ട് 2007 ഓൺവേർഡ്സ് ടിൽ 2013 N53 സീരീസ് എൻജിൻ. അത് കഴിഞ്ഞ് N54 വന്നു. പെട്രോൾ വേർഷൻസിൽ വളരെ സ്ട്രോങ്ങും പവർഫുള്ളുമായിട്ടുള്ളൊരു ബിൽഡ് ടു ലാസ്റ്റ് എന്നുള്ള രീതിയിൽ ഇറക്കിയ ഒരു എൻജിനായിരുന്നു ഈ പറഞ്ഞ N52, 53 ഒക്കെ വന്നിട്ട്. അപ്പോൾ ഡീസൽ വെർഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഐ ബിലീവ് M57, ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് റേഞ്ച് റോവറിനകത്ത് സ്വാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ എൻജിൻ M57 സീരീസ് എൻജിൻ, സെയിം ലൈക്ക് പെട്രോൾ വാഹനം പോലെ തന്നെ സ്ട്രെയിറ്റ് 6 സിലിണ്ടർ ഡീസൽ എൻജിനായിരുന്നു. ആ വാഹനം ഞാൻ കാണിച്ചു തരാം. അത് പേഴ്സണലി ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഞാനെൻ്റെ ഒരു പഴയ X5, നിങ്ങളെൻ്റെ പഴയ പല വീഡിയോസിലും എൻ്റെ വാതിൽക്കൽ ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്ന ആ വാഹനം വളരെ റിലയബിൾ ആയിട്ടുള്ള എൻജിനാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈക്ക് പുൾ ലൈക്ക് എ ട്രെയിൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു എൻജിനാണ്. ഇത് വന്നിട്ട് നിങ്ങൾ നോക്കി കാണാം. ഇതാണ് ആ വാഹനം. എൻജിൻ നോക്കി നിങ്ങൾക്ക് കാണാം. സ്ട്രെയിറ്റ് ഓൾ ദ വേ 6 സിലിണ്ടർ 1 2 3 4 5 6. ഓക്കെ, എൻജിൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു 3 ലിറ്റർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി എ സ്ട്രോങ് പവർഫുൾ എൻജിൻ. വാഹനം പഴക്കം കൊണ്ട് തന്നെ ഇഷ്ടമാതിരി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എൻജിൻ സ്റ്റിൽ സ്ട്രോങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അവനെ തടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട്. ഓയിൽ ലീക്കൊക്കെ ഉണ്ട്, ഒന്നും മൈൻഡ് ചെയ്യേണ്ട. സ്റ്റില് വെരി സോളിഡാണ്. ബോഡിയൊക്കെ റെസ്റ്റി വൈസ് ആയിട്ടുള്ള അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ റേഡിയേറ്റർ ലീക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ആലോചിക്കുക, 2008 വാഹനം, നിയർലി 20 ഇയേഴ്സ് ആകാൻ പോണു. ഇപ്പോഴാണ് റേഡിയേറ്റർ പോകുന്നത്. ഒരു 2018 BMW 330e B48 എഞ്ചിൻ്റെ റേഡിയേറ്റർ ഞാൻ മാറിയത് നിങ്ങളെ കാണിച്ചതാണ്. ആൻഡ് അതേപോലത്തെ കുറേ റീസെൻ്റ്ലി ഉള്ള BMWസിൻ്റെ അല്ലെങ്കിൽ ഇന്ന് വേറൊരു മെഴ്സഡസിൻ്റെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ലെസ് ദാൻ 6-7 ഇയേഴ്സ് ഓൾഡ് ആ വാഹനത്തിൻ്റെയൊക്കെ പോകുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മെഹലാണ് റേഡിയേറ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നോക്കുക, മെഹൽ, പ്രൊഡക്ഷൻ ഡേറ്റ് 21/11/09. ഒബ്വിയസ്ലി വാഹനം വന്നിട്ട് 2009, 2008 വെഹിക്കിളാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളിത് മാറാൻ പോണത്. ഈസ് നോട്ട് വാലിയോ ഓർ എനിത്തിങ്. മെഹൽ ബിൽഡ് ടു ലാസ്റ്റ് ആണ്. അവരൊക്കെ അന്നൊക്കെ പാർട്സുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന കമ്പനികൾ അതേപോലത്തെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുത്തു. നിയർലി 20 ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ ഈ റേഡിയേറ്റർ മാറുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ എൻജിൻ. ഇനിയും കുറേ നാൾ ഇത് പോകും. പക്ഷേ എത്രത്തോളം റോഡിലുണ്ടാവും നമുക്കറിയില്ല. വാനോസ് സിസ്റ്റമാണ്, ഡബിൾ വാനോസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ബട്ട് നോട്ട് വാൾവ്ട്രോണിക്. ലൈക്ക് N52 പോലെ വാൾവ്ട്രോണിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വാനോസ് വന്നിട്ട് വേരിയബിൾ വാൾവ് ടൈമിങ്ങിൻ്റെ അത് വന്നിട്ട് ഡബിൾ വാനോസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞത് മെക്കാനിക് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. ടൈമിംഗ് ചെയിനാണ്. ഒബ്വിയസ്ലി BMWൻ്റെ എല്ലാ വാഹനങ്ങൾക്കും ടൈമിംഗ് ചെയിൻ തന്നെയാണ്. ലുക്ക് ആഫ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിടക്കുന്നൊരു വാഹനമാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സോണി ജോസഫ്.